വെൽക്കം ടു അലാമി കിച്ചൺ. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് വഴുതനങ്ങ വെച്ചിട്ടുള്ളൊരു നല്ലൊരു ഡിഷാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ അലാമി കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഇനി നമുക്ക് അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. അപ്പം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉള്ളി സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ടൊന്ന് കുറച്ച് സമയം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. എന്നിട്ടിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. മസാല നന്നായിട്ട് തണുത്തതിന് ശേഷം അത് പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ്. ആ സമയത്ത് നമുക്ക് വഴുതനങ്ങ റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 4 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് കീറി വെച്ച് കൊടുക്കണം. ഇനി ഇതുപോലത്തെ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. ആ പുറം ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന രീതിയിൽ ഇതൊന്ന് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് നമുക്കിത് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അതുപോലെ മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഒരു ടൈമിൽ നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ മസാല നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാൻ. അതിനുശേഷം ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കണം. ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കണം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് ബ്രിഞ്ചിൽ നമ്മൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അതിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പില, ചുവന്ന മുളക് ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ബ്രിഞ്ചിൽ റെഡി ആയിട്ടുണ്ടെങ്കിൽ കോരി മാറ്റാം. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നല്ല സോഫ്റ്റ്, ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പുറം ഭാഗം നല്ലൊരു മുരിഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ നല്ല ഉള്ളെല്ലാം നന്നായിട്ട് വെന്ത് വരുള്ളൂ. കാരണം നമ്മളിത് ഇനി ഗ്രേവിയിൽ ഇട്ടിട്ട് അധികം കുക്ക് ചെയ്യുന്നില്ല. ഇനി വേണ്ടത് ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം.
എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കാരണം നമ്മളിതിൽ തേങ്ങയെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം അതിൽ ഇങ്ങനെ ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഗ്രേവി അരച്ചെടുത്ത മിക്സിൻ്റെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രിഞ്ചൽ ഇതിലിട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ബ്രിഞ്ചലും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രിഞ്ചൽ വെച്ചിട്ടുള്ളൊരു ഡിഷ് റെഡിയായി. നമുക്ക് ബ്രിഞ്ചൽ ആർക്കും അധികം ഇഷ്ടപ്പെടാത്തൊരു വെജിറ്റബിളാണ്. പക്ഷേ ഇതാകുമ്പോൾ വെജിറ്റേറിയൻസിന് ഒരുപാട് ഇഷ്ടമുള്ള വെജിറ്റബിൾ തന്നെയാണ്. പക്ഷേ നോൺ വെജൊക്കെ കൈ നിൽക്കുന്നവർക്ക് കൂടുതലാരും അങ്ങനെ കഴിക്കാത്തൊരു വെജിറ്റബിളാണ് ബ്രിഞ്ചൽ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവിയും അതുപോലെ തന്നെ ബ്രിഞ്ചലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.